ഒരു പുതുവർഷം കൂടി പിറക്കുകയാണ്. പലവിധ പ്രതീക്ഷകളും പൂവണിയുന്ന സമയം 2025. ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സക്സസ് ആവാൻ കഴിയുന്ന സമയമാണ് 2025. നമുക്കിന്ന് 3 നക്ഷത്രജാതകരുടെ ഫലം പരിശോധിക്കാം. രോഹിണി നക്ഷത്രജാതകരുടെ 2025 ഫലം പരിശോധിച്ചാൽ വർഷത്തിൻ്റെ ആദ്യകാലം ചില വിഷമതകൾ ഇവരെ അലട്ടിയേക്കാം. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മനോദുഃഖം വാങ്ങരുത്. ധന ഇടപാടിൽ ജാഗ്രത വേണം. അലസതകൾ ഒഴിവാക്കുക. വിജയിക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. 2025 ശുഭസൂചകമായി കാണുന്നു. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ രോഹിണി നക്ഷത്ര ജാതകർക്ക് 2025 സാധ്യമാകും. വർഷപകുതി കഴിഞ്ഞാൽ കർമ്മരംഗത്ത് വ്യക്തിപരമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും തൊഴിലെടുക്കുന്ന വ്യക്തിയാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും 2025 പകുതിയോടുകൂടി ഇവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും. ജനങ്ങളിൽ നിന്നും ധനസഹായം, ഭാഗ്യാനുഭവങ്ങൾ, വിദേശ യോഗം, മത്സരങ്ങളിൽ വിജയസാധ്യത ഇവയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഗൃഹത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. നിയമയുദ്ധങ്ങളൊക്കെ അവസാനിക്കും. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പാകും. പുതിയ പല തീരുമാനങ്ങൾ എടുക്കുകയും അതൊക്കെ നടപ്പിലാകുകയും ചെയ്യും രോഹിണി നക്ഷത്ര ജാതകർക്ക് 2025. ചുരുക്കി പറഞ്ഞാൽ രോഹിണി നക്ഷത്ര ജാതകരുടെ 2025 വളരെയേറെ ഗുണപ്രദം ആണ് എന്ന് തന്നെ. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ പകുതി കഴിയുമ്പോൾ ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോവുക. ഒന്നാമത്തത് ഗണപതി ഹോമം നടത്തുക. എല്ലാ മാസവും ദേവീക്ഷേത്ര ദർശനം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും രോഹിണി നക്ഷത്ര ജാതകരെ കൊണ്ടെത്തിക്കും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം. തീർച്ചയായും രോഹിണി നക്ഷത്ര ജാതകരുടെ നല്ല നാളുകൾ തുടങ്ങുകയായി. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് ലഭ്യമാകും. രോഹിണി നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് രോഹിണി നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. ആഗ്രഹിച്ചതൊക്കെ രോഹിണി നക്ഷത്ര ജാതകർ നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധി ഒന്നും പെടുകയില്ല. ദൈവാനുഗ്രഹം ഏറ്റവും കൂടുതൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയത്തുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. അത്ര നല്ല സമയമാണ്. അതുപോലെ തന്നെ ഏറെ നാളായി ആഗ്രഹിക്കുന്ന പല പദ്ധതികളും ഇവർക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീട് പണിയൊക്കെ ആരംഭിക്കാൻ അത് 2025 തന്നെ പൂർത്തീകരിക്കുവാനും ഇവർക്ക് സാധ്യമാകും. വരുമാനത്തിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാൻ ശീലിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണുമെങ്കിലും ചെലവ് കൂടുന്ന സമയമാണ്. പൊതുവെ സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും 2025 ഇവർക്ക് വന്നു ചേരുക. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. ദൈവാനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉള്ള സമയമാണ്. വരുമാന വർധനയ്ക്ക് പുതിയ വഴികൾ കണ്ടെത്തും. ഓഹര വിപണിയിൽ പണം നിക്ഷേപിച്ചവർക്ക് ലാഭസാധ്യതയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല നാളുകൾ തന്നെയാണ് വരാനിരിക്കുന്നത്. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധ്യമാകും. അടുത്തത് മകയിര നക്ഷത്ര ജാതകർ. ഗുണദോഷ സമ്മിശ്ര ഫലം. തൊഴിൽപരമായി ചില ചതികളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവാധീനം വർദ്ധിപ്പിക്കണം. ലോൺ, കടബാധ്യത, ജാമ്യം ഇവയിൽ ചെന്നുപെടരുത്. റിയൽ എസ്റ്റേറ്റ്, ഊഹക്കച്ചവടം ഇവയിൽ നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനപരമായ ഇടപാടിൽ ജാഗ്രത വേണം. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. ഈശ്വര പ്രാർത്ഥനയാലും ക്ഷമയോടെയും പ്രവർത്തിച്ചാൽ ഈ ഒരു 2025 ആഹ്ലാദകരമായ ജീവിതം നയിക്കാനാകും. അതേസമയം ഭയത്തോടു കൂടി എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് എങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. തിരിച്ചടികൾ ഉണ്ടാകാം. അതുകൊണ്ട് ഭയപ്പെടാതെ മുന്നോട്ട് തന്നെ പോവുക. ഉദാസീന ബുദ്ധി പാടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പങ്കാളിയുടെ പിന്തുണ,
ആത്മവിശ്വാസം നൽകും. ചില പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അതിൽ ഒന്ന് ഗണപതി ഹോമം നടത്തുക, ദേവീക്ഷേത്ര ദർശനം നടത്തുക, ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. ഇതൊക്കെ മകീര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലും ഭാഗ്യത്തിലും ഉയർച്ചയിലും എത്താൻ കാരണമാകും. ഇനി 2025 ഇവരെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയായിരിക്കും. ഇത് കാണുന്ന മകീര നക്ഷത്ര ജാതകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മേ ഭഗവതി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. നിങ്ങളുടെ അനുഭവം 2024 അനുഭവമൊക്കെ ഒന്ന് കുറിക്കുന്നത് വളരെ നന്നായിരിക്കും. 2024 നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങൾ കണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും. ഏതായാലും മകീര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ജോലിസ്ഥലത്ത് അംഗീകാരം, ഉയർന്ന പദവി, വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും മറ്റും ഉയർന്ന വിജയം നേടാൻ കഴിയുക, മനസ്സിന് സന്തോഷം നൽകുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കുക. അങ്ങനെ പല രീതിയിലും പല നേട്ടങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. എല്ലാ രീതിയിലും ഉയർച്ചയാണ്, എല്ലാ രീതിയിലും നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർ മിഥുനക്കൂറിൽപ്പെടുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് ഈ വർഷം, ഈ 2025 കാര്യസാധ്യതകളുടെ സമയം തന്നെയായിരിക്കും. ഏത് പ്രവർത്തന രംഗത്തും ഇവർ വിജയിക്കുക തന്നെ ചെയ്യും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും, കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കും, സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണും. എന്നാൽ ചെലവൊക്കെ കൂടുവാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. അതായത് കടമൊന്നും ഇനി പിടിച്ചു വെക്കരുത്. ഈ ഉള്ള കടം എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുക. ജോലിയിലൊക്കെ നേട്ടമുണ്ടാകും. വരുമാന വർധനയ്ക്ക് പുതിയ വഴികൾ കണ്ടെത്തും. സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ തന്നെയാണ്. വർഷത്തിൻ്റെ മധ്യകാലത്ത് വരുമാനത്തിൽ അല്പം വർധനയൊക്കെ അനുഭവപ്പെടും. വീട് പണിയാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിയും. ജോലിയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പുതിയ മേഖലകളിൽ വിജയം കൈവരിക്കാൻ കഴിയും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും. കുടുംബങ്ങളോടൊപ്പം യാത്ര സാധ്യമാകും. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരമായി ജോലി ലഭിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് 2025 വന്നു ചേരുക. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. എല്ലാ രീതിയിലും ഉയർച്ച തന്നെയായിരിക്കും. ആഗ്രഹിച്ചതൊക്കെ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ ഇനിയുള്ള സമയത്ത് കഴിയും. വർഷത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരം തന്നെയാണ്. അതുപോലെ തന്നെ കർമ്മഗുണം, സന്താന ഗുണം എന്നിവയുണ്ടാകും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമെന്ന പോലെ ചില കാര്യങ്ങളൊക്കെ ദുഃഖവും ദുരിതവും അതിനിടയ്ക്ക് സന്തോഷവും ഒക്കെയായി വന്നു ചേരുമെങ്കിലും പൊതുവേ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ്. ജീവിത പങ്കാളിയുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. എടുത്തു ചാടാതെയും അലസത കൂടാതെയും പ്രവർത്തിച്ചാൽ ഗുണാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകും. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾക്കുമേൽ ചുമത്തപ്പെടുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. വാദപ്രതിവാദം, മധ്യസ്ഥത, ജാമ്യം ഇവ പാടില്ല. യാത്രകൾ കഴിയുന്നതും കുറയ്ക്കുക. ഏതൊരു കാര്യവും 1-2 തവണ ആലോചിച്ച് നന്നായി ആസൂത്രണം ചെയ്യുക. നന്മകൾ നിലനിൽക്കും. ഒരുപാട് ഭാഗ്യമാണ്, ഒരുപാട് ഉയർച്ചയാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വലിയ നിലയിൽ എത്തട്ടെ, ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.